Hello dears, welcome back to Silent Learning. It's me, Rohit. മക്കളെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇതിൽ നിന്ന് രണ്ട് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഒന്ന്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, അത് ഹോമോജീനിയസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. രണ്ടാമത്തത് അത് സോൾവ് ചെയ്യാൻ പറയും, അതിന്റെ ജനറൽ സൊല്യൂഷൻ ഓർ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ ഇത് രണ്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് തുടങ്ങിയാലോ. എന്താണ് ഹോമോജീനിയസ് ഫംഗ്ഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ എക്സും വൈയും വരുന്ന ഒരു ഫംഗ്ഷൻ, അതിൽ എല്ലാ ടേംസിന്റെയും ഡിഗ്രി സെയിം ആണെന്ന് വിചാരിക്കുക. എല്ലാ ടേംസിന്റെയും ഡിഗ്രി സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആ എല്ലാ ടേംസിലും ഡിഗ്രി സെയിം ആണെന്ന് പറഞ്ഞല്ലോ, ആ ഡിഗ്രിയാണ് ആ ഫംഗ്ഷന്റെ ഡിഗ്രി ആയിട്ട് നമ്മൾ പറയുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്ക്, ഈ ടേം എക്സ് സ്ക്വയർ, അതിന്റെ ഡിഗ്രി എന്താ? 2. ഇതിന്റെ ഡിഗ്രി എന്താ? വൈ സ്ക്വയർ 2. ഇവിടെ എക്സ് വൈ ഉണ്ട്, അതിൽ എക്സിന്റെ പവർ 1, വൈന്റെ പവർ 1, ടോട്ടൽ 2. ഇനി അടുത്ത് നോക്ക്, അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പറയാം, ഈ ഫംഗ്ഷന് ടോട്ടൽ നമുക്ക് പറയാം ഇതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ വിത്ത് ഡിഗ്രി 2 ആണ്. അതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്, അതിന്റെ ഡിഗ്രി 2 ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത് നോക്ക്, ഈ ടേമിന്റെ പവർ എന്താ? ആ ടേമിന്റെ ഡിഗ്രി എന്താ? 3. ഇതിന്റെയോ എക്സിൻ്റെത് 1ഉം വൈൻ്റെത് 2, ടോട്ടൽ 3. ഇതിന്റേതോ എക്സിൻ്റെത് 2ഉം വൈൻ്റെത് 1ഉം, ടോട്ടൽ 3. ഇതിൻ്റെതോ വൈൻ്റെത് 3. അപ്പോൾ എല്ലാ ടേംസിന്റെയും ഡിഗ്രി 3 ആണ്. അപ്പോൾ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് വിത്ത് ഡിഗ്രി 3. ആ ഫംഗ്ഷന്റെ ഡിഗ്രിയും അത് തന്നെയായിരിക്കും, 3 തന്നെയായിരിക്കും. അപ്പോൾ എല്ലാ ടേംസിന്റെയും ഡിഗ്രി സെയിം ആണെങ്കിലാണ് നമ്മൾ അതിനെ ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെന്ന് പറയുക. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ല, അതാണ് സത്യാവസ്ഥ. നമുക്ക് പ്രൂവ് ചെയ്യാൻ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് എഴുതണം. അതിന്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് അടുത്ത സാധനം. ദാറ്റ് ഈസ്, ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ ഇസ് ഈക്വൽ ടു ലാംഡ റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസ് ആയിരിക്കണം. ഈ ഫോമിൽ എഴുതാൻ പറ്റിയാൽ മാത്രമേ അതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ, ആ ഫംഗ്ഷനിൽ എക്സിനും വൈക്കും പകരം ലാംഡ എക്സും ലാംഡ വൈയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് അതിനെ ലാംഡ റേസ് ടു സംതിങ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാൻ പറ്റണം. അങ്ങനെ പറ്റിയാൽ മാത്രമേ നമുക്ക് അതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്താണ് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy ബൈ ഡി എക്സ് എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അത് എഫ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് കോമ വൈ ആണെന്ന് വിചാരിക്കാം. അതിൽ എഫ് ഓഫ് എക്സ് കോമ വൈയും ജി ഓഫ് എക്സ് കോമ വൈയും രണ്ടും ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. രണ്ടിന്റെയും ഡിഗ്രി സെയിം ആണെന്ന് വിചാരിക്കും. രണ്ടിന്റെയും ഡിഗ്രി സെയിം ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ അല്ലേ, ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സ് ആണ്, അത് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം, പറയുന്നില്ല. നമുക്കിത് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? നോക്കുക. ഷോ ദാറ്റ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഹോമോജീനിയസ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് എന്ന് പറയണമെങ്കിൽ ആദ്യം ഇതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയണം, എഫ് ഓഫ് എക്സ് കോമ വൈ എന്താണെന്ന് അറിയണം. എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എന്താ? dy ബൈ ഡി എക്സ് ആണ്. സോ ഇതിൽ നിങ്ങൾ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കണേ ആദ്യം dy ഒക്കെ ഒരു സൈഡിൽ, dx ഒക്കെ ഒരു സൈഡിൽ, അങ്ങനെ മാറ്റി എഴുതാം. ഇവിടെ dx വരുന്നത് ഏതൊക്കെയാ? ഇതും dx ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെഫ്റ്റ് സൈഡിലെ മൈനസ് dy ഡി എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താ? എക്സ് dy മാത്രം ബാക്കിയാവും ലെഫ്റ്റ് സൈഡിൽ. എക്സ് dy സിക്കൽ ടു റൈറ്റ് സൈഡിൽ ഓൾറെഡി റൂട്ട് ഓഫ് എന്തുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ മൈനസ് വൈ ഡി എക്സ് റൈറ്റ് സൈഡിലോട്ട് വന്നാൽ പ്ലസ് വൈ ഡി എക്സ് ആയി അല്ലേ? സോ എക്സ് dy ഇസ് ഈക്വൽ ടു രണ്ട് ടൈമിലും ഡി എക്സ് ഉണ്ട് അല്ലേ? ആ ഡി എക്സ് അങ്ങ് പുറത്തെടുക്കാം. ബാക്കി ബ്രാക്കറ്റിൽ എന്താ വരിക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ, പുറത്തെന്താ? ഡി എക്സ് അല്ലേ? ഇനി dy ബൈ ഡി എക്സ് ഇട്ട് എന്ത് ചെയ്യണം? ഈ ഇൻറ്റു ഡി എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇൻറ്റു ഡി എക്സ് ലെഫ്റ്റ് സൈഡിൽ വന്നാൽ dy ബൈ ഡി എക്സ് ആയി. അതിൻ്റെ കൂടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻറ്റു എക്സ് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താ? ഈക്വൽ ടു അപ്പുറത്ത് ഓൾറെഡി ബാക്കി എന്തുണ്ട്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഉണ്ടല്ലോ, ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ? ഈ dy ബൈ ഡി എക്സിന് വരെ നിങ്ങൾ എന്ത് കൊടുക്കുക? എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് കൊടുക്കുക പേര്. ഈ എഫ് ഓഫ് എക്സ് കോമ വൈ ആണെന്ത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
ഇനി നിങ്ങൾ എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ കണ്ടുപിടിക്കാം. എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ കണ്ടുപിടിക്കാം. എന്താ എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ എന്ന് പറഞ്ഞാൽ എക്സിന് പകരം ലാംഡ എക്സും വൈക്ക് പകരം ലാംഡ വൈയും കൊടുത്താലേ ലാംഡ എക്സ് ലാംഡ വൈ അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ ചെയ്യാം. ലാംഡ എക്സിന് പകരം ലാംഡ എക്സ്, വൈക്ക് പകരം ലാംഡ വൈ, വൈക്ക് പകരം ലാംഡ വൈ, എക്സിന് പകരം ലാംഡ എക്സ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ചെയ്യാം. അതായത് എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിന് പകരം ലാംഡ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ലാംഡ വൈ ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെന്താ വൈ അല്ലേ, വൈക്ക് പകരം ലാംഡ വൈ ഡിവൈഡ് ബൈ അടിയിലത്തെ എക്സിന് പകരം ലാംഡ എക്സ്. ഓക്കെ, ഇനി നോക്കിക്കോ. ദാറ്റ്സ് ഈക്വൽ ടു എന്താ, റൂട്ടിൻ്റെ ഉള്ളിൽ ലാംഡ എക്സ് ഹോൾ സ്ക്വയർ ലാംഡ വൈ ഹോൾ സ്ക്വയർ. നമുക്ക് എന്താ എഴുതാം, അതിനാ സ്ക്വയർ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അതായത് ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് പുറത്തുനിന്നുണ്ട് ലാംഡ വൈ ഉണ്ട് ഹോൾ ഡിവൈഡ് ബൈ ലാംഡ എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ലാംഡ സ്ക്വയർ പുറത്തെടുക്കാം. രണ്ട് ടേംസിന് ലാംഡ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് പുറത്ത് ലാംഡ വൈ ഡിവൈഡ് ബൈ ലാംഡ എക്സ്. ഈ ലാംഡ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്താൽ ലാംഡ ആയിട്ട് മാറി. ലാംഡ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്താൽ ലാംഡ ആയിട്ട് മാറി. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ലാംഡ വൈ ഡിവൈഡ് ബൈ ലാംഡ എക്സ്. മേലുള്ള രണ്ട് ടേംസിൽ നിന്നും ലാംഡ പുറത്തെടുത്താൽ ലാംഡ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡിവൈഡ് ബൈ അടിയിൽ ലാംഡ എക്സ്. ലാംഡ കട്ടായി. സോ എന്താ വന്നത്, എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ സിക്കൽ എന്ത് വന്നു, എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ സിക്കൽ ടു ഈ ലാംഡ കട്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കി എഴുതരുത്. ലാംഡ റേസ് ടു 1 ബൈ ലാംഡ റേസ് ടു 1 അല്ലേ. ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ റേസ് ടു 1 ആണ്, താഴെ ലാംഡ റേസ് ടു 1 ആണ്. എക്സ് റേസ് ടു എം മൈനസ് എക്സ് റേസ് ടു എം ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എൻ എന്താ, എക്സ് റേസ് ടു എം മൈനസ് എൻ ആണ്. അപ്പോൾ അതേപോലെ ഇവിടെ എനിക്ക് എന്ത് എഴുതാം, ലാംഡ റേസ് ടു മേലത്തെ പവർ മൈനസ് താഴത്തെ പവർ അല്ലേ, 1 മൈനസ് 1 എന്ന് എഴുതാം അല്ലേ. ഇൻറ്റു ഈ സാധനം എന്താ, റൂട്ട് ഓഫ് ബാക്കിയുള്ള സാധനം ലാംഡ ഒഴിച്ച് ബാക്കിയുള്ള സാധനം എന്താ അവിടെ, റൂട്ട് ഓഫ് ഒരു മിനിറ്റ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡിവൈഡ് ബൈ എക്സ് എന്താ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡിവൈഡ് ബൈ എക്സ് എന്താ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ അതിന് പറയാൻ എനിക്ക് എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാലോ. അതിന് മൊത്തത്തിൽ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതി. സോ എനിക്ക് ഫൈനലി എന്ത് കിട്ടി, എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ ഇസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു 1 മൈനസ് 1 എന്താ 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് കിട്ടി. എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ ഇസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി n എന്നാ പറയുക. ലാംഡ റൈസ് ടു ലാംഡാന്റെ പവർ എന്താണോ അതാണ് ഡിഗ്രി വരിക. അപ്പോൾ ഇവിടെ എന്താ, ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത്, നമുക്ക് എഴുതാം ഫൈനലി എഴുതാം ആ വേർഡ്സ് എഴുതി, ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഡിഗ്രി 0 എന്ന് ജസ്റ്റ് വേർഡ്സിൽ എഴുതി വെക്കാം. ഓക്കെ അല്ലേ, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മുടെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ, യെസ്, എഫ് ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ ഇസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ ആണല്ലോ, അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇത് സോൾവ് ചെയ്യാനുണ്ട്, സെയിം ക്വസ്റ്റൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുണ്ട്. സോൾവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ് എടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് എന്താ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡിവൈഡ് ബൈ എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്താടാ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ അല്ലേ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡിവൈഡ് ബൈ എക്സ്. നമ്മൾ വൈക്ക് പകരം വി എക്സ് കൊടുക്കുക, വൈക്ക് പകരം വി എക്സ് ഇട്ട് കൊടുക്കുക. വൈയിലെടുത്തൊക്കെ വി എക്സ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ അല്ലേ, വൈക്ക് പകരം ഡി ബൈ ഡി എക്സ് ഓഫ് വൈ അല്ലേ, വൈക്ക് പകരം വി എക്സ് എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് വി എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ, വൈ സ്ക്വയറിൽ വൈക്ക് പകരം വി എക്സ് കൊടുത്താൽ വി സ്ക്വയർ എക്സ് സ്ക്വയർ ആയത് വി സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ അല്ലേ, വൈക്ക് പകരം വി എക്സ് ഡിവൈഡ് ബൈ എക്സ് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ നോക്കിക്കോ, ഇവിടെ റൂട്ടിനുള്ളിൽ എക്സ് സ്ക്വയർ കോമണാണ്. അപ്പോൾ റൂട്ടിനുള്ളിൽ തന്നെ എക്സ് സ്ക്വയർ പുറത്തെടുക്കാൻ പറ്റും. റൂട്ടിനുള്ളിൽ തന്നെ എക്സ് സ്ക്വയർ പുറത്തെടുക്കുക. എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ പോയാൽ 1 പ്ലസ് വി സ്ക്വയർ എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ വി സ്ക്വയർ പ്ലസ് വി എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ടിൻ്റെ ഉള്ളിലുള്ള എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ എന്താ, എക്സ് ആണ്. റൂട്ടിൻ്റെ അകത്ത് ബാക്കി എന്താണുള്ളത്, 1 പ്ലസ് വി സ്ക്വയർ പ്ലസ് വി എക്സ് ഡിവൈഡ് ബൈ എക്സ്. ന്യൂമറേറ്ററിലുള്ള രണ്ട് ടേമിൽ നിന്നും എക്സ് പുറത്തെടുക്കുക. ബാക്കി ബ്രാക്കറ്റിനകത്ത് എന്താ വരിക, റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ പ്ലസ് വി, ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ എക്സ്. എക്സും കട്ടായി. അപ്പം എന്ത് കിട്ടി,
അപ്പം എന്ത് കിട്ടി? റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ പ്ലസ് വി എന്ന് കിട്ടി അല്ലേ? റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ, റൂട്ടിനുള്ളിൽ 1 പ്ലസ് വി സ്ക്വയർ പ്ലസ് വി എന്ന് കിട്ടി അല്ലേ? ഇനി ഇതിന്റെ LHS നോക്കിയേ, ഡി ബൈ ഡി എക്സ് ഓഫ് വി എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് വി എക്സ് ആണ്. വി കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കരുത്, മണ്ടത്തരാണ്. കാരണം വൈ ഈക്വൽ ടു ആണ് വി എക്സ് എടുക്കുന്നത്. അതായത് വൈക്കും വിക്കും ഡി എക്സ് എക്സിനും ബന്ധങ്ങളുണ്ട്. അതായത് വി എന്ന് പറഞ്ഞ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് അല്ല, ഇവിടെ വൈയും എക്സും ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വി കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പുറത്തെടുക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ആ സംഭവം അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? വി എക്സ് എന്ന സാധനം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ് ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇങ്ങനെ വരും. ദാറ്റ്സ് ഈക്വൽ ടു വി ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് എന്താ 1, അപ്പോൾ വി പ്ലസ് വെറും വി ആയി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണത് അല്ലേ? സോ നമുക്ക് എഴുതാം വി പ്ലസ്, ഇതിന് പകരം ഈ സാധനത്തിന് വരെ ഞാനിത് എഴുതുന്നു, ഈ കിട്ടി എഴുതുന്നു. എന്താ? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, അതെന്താ കിട്ടിയത് നമുക്ക്? റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ പ്ലസ് വി അല്ലേ? റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ പ്ലസ് വി അല്ലേ? രണ്ട് സൈഡിലും വി വി ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എന്താ വരിക? എക്സ് ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ വാരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ഇതിനെ മാറ്റുക. വാരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? വിയും ഡി വിയും ഒക്കെ ഒരു സൈഡിൽ, എക്സും ഡി എക്സും ഒക്കെ ഒരു സൈഡിൽ. അപ്പോൾ ഇതിൽ വി വരുന്നത് ഏതൊക്കെയാ? ഡി വി റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ. എക്സ് വരുന്നത് എവിടേക്കാ? ഡി എക്സ് എക്സ്, അതൊക്കെ മറ്റേ സൈഡിൽ. എക്സ് വരുന്നൊക്കെ ഒരു സൈഡിൽ, ഡി എക്സും ഡി വിയും വിയും വരുന്നൊക്കെ ഒരു സൈഡിൽ. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഡി വി എപ്പോഴും മേലെ ആയിരിക്കണം, ഡി എക്സ് എപ്പോഴും മേലെ ആയിരിക്കണം. ഡി എക്സും ഡി വിയും രണ്ടും ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. ഇവിടെ ഓൾറെഡി എന്ത് ഡിനോമിനേറ്ററിലാണ്? ഡി എക്സ് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ അതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. ദാറ്റ് മീൻസ് എക്സ് ഒക്കെ റൈറ്റ് സൈഡിലും വി ഒക്കെ ലെഫ്റ്റ് സൈഡിലും എന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെയുള്ള റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്തായത്? ഡി വി ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ, റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ ആയി അല്ലേ? ഇനി ദാറ്റ്സ് ഈക്വൽ ടു ഈ ഇൻറ്റു എക്സ് അപ്പുറം പോയാൽ ഡിവൈഡ് ബൈ എക്സ് ആയി, അതായത് 1 ബൈ എക്സ്. ഡിവൈഡ് ബൈ ഡി എക്സ് അങ്ങോട്ട് പോയാൽ ഇൻറ്റു ഡി എക്സ് ആയി. ഓക്കെ അല്ലേ? ഇങ്ങനെ കിട്ടി. വാരിയബിൾസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തു. ഇനി രണ്ട് ഭാഗം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് ഭാഗവും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താടാ? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താടാ? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണല്ലോ. അതേ സംഭവം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പം എന്താ എനിക്ക് കിട്ടുക? ഇവിടെ എ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ആണ്, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ അല്ലേ? സെയിം സാധനം ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് എന്താ കിട്ടുക? ലോഗ് മോഡ് ആൻസർ എന്താ കിട്ടുക? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ? അപ്പോൾ എക്സിന് പകരം വി ആണ്. അപ്പോൾ വി പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, 1 സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, അതായത് 1 പ്ലസ് വി സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഡി എക്സ് എന്താ? ലോഗ് എക്സ് ആണ്. പ്ലസ് കോൺസ്റ്റന്റ് ആഡ് ചെയ്യാനുണ്ട്. അത് വെറും സി ഇടണ്ട. കാരണം എന്താ അറിയോ? ഇതും ലോഗാണ്, ഇതും ലോഗാണ്. അപ്പോൾ അത് ലോഗ് സി ഇടുക. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ലോഗ് സി എന്ന് പറഞ്ഞാലും കോൺസ്റ്റന്റ് ആണല്ലോ. വെറും കോൺസ്റ്റന്റ് എഴുതിയാലും ലോഗ് സി എഴുതിയാലും രണ്ടും കോൺസ്റ്റന്റ് ആണല്ലോ. ലോഗ് സി എഴുതി. ഇനി എന്ത് കിട്ടി നമുക്ക്? ലോഗ് ഓഫ് മോഡ്. ആ മോഡ് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ അതിന്റെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, സോ വി പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താ? ദാറ്റ് ഈസ് ലോഗ് എ ബി. അപ്പോൾ ലോഗ് എക്സ് സി. രണ്ട് സൈഡിലും ലോഗ് ഒഴിവാക്കി. അപ്പോൾ വി പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ ഇസിക്കൽ ടു എക്സ് സി വരും അല്ലേ? വി പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ ഇസിക്കൽ ടു എക്സ് സി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന വിക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുക. ആക്ച്വലി നമ്മൾ വി ആയിട്ട് വൈ ഈക്വൽ ടു വി എക്സ് അല്ലേ എടുത്തത്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എക്സ് അപ്പുറം പോയാൽ വൈ ബൈ എക്സ് അല്ലേ? ആ വിന്റെ വാല്യൂ നമ്മൾ അവിടെ കൊടുക്കുക, വൈ ബൈ എക്സ് എന്നുള്ള വാല്യൂ. അപ്പോൾ എന്താ? വി പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് വി സ്ക്വയർ അല്ലേ? വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ആണ് ഇസിക്കൽ ടു എക്സ് സി അല്ലേ? സോ വൈ ബൈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ വെറും എക്സ് സ്ക്വയർ പ്ലസ് മേലത്തെ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു എക്സ് സി അല്ലേ? സോ വൈ ബൈ എക്സ് പ്ലസ് ഈ റൂട്ടേ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ മേലെ റൂട്ട് ഇട്ട് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയി. താഴെ എക്സ് സ്ക്വയറിന്റെ റൂട്ട് അല്ലേ? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലി എക്സ് എന്ന് എഴുതാം.
സിംപ്ലി എക്സ് എഴുതി ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സി അല്ലേ. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ സെയിം ഡിനോമിനേറ്റർ റിസൾട്ടിൽ ഇടുക. മേലെ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യുക. വൈ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സി. ഈ ഡിവൈഡ് ബൈ എക്സ് അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പം വൈ പ്ലസ് റൂട്ട് ഓഫ് എന്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡിവൈഡ് ബൈ എക്സ് അങ്ങോട്ട് പോയി ഇൻറ്റു എക്സ് ആവും. അവിടെ എക്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഇനി പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് ചോദിച്ചാൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ആ പെർട്ടിക്കുലർ സൊല്യൂഷന് തന്നിട്ടുള്ള വാല്യൂസ് ഇല്ലേ, എക്സിനും വൈക്കും രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടാവും. അത് ഇവിടെ എക്സിനും വൈക്കും പകരം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സി കണ്ടുപിടിക്കുക. സി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ സൊല്യൂഷൻ സെയിം ജനറൽ സൊല്യൂഷൻ വീണ്ടും എഴുതുക. പക്ഷെ അതിൽ സിക്ക് പകരം ആ കിട്ടിയ വാല്യൂ കൊടുക്കണമെന്ന് മാത്രം അത് എഴുതുക. അതാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ. സോ ഹോമോജീനിയസ് ഫംഗ്ഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഇത് ഒരുമിച്ചായിരിക്കും മിക്കവാറും പറയാം. പ്രൂവ് ദാറ്റ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഹോമോജീനിയസ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ജനറൽ സൊല്യൂഷനോ അല്ലെങ്കിൽ ഫൈൻഡ് പർട്ടിക്കുലർ സൊല്യൂഷനോ എന്നുള്ള ക്വസ്റ്റ്യൻ വരിക. നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ. സോ ഓൾ ദ ബെസ്റ്റ് മക്കളെ. ബൈ.